വാർത്തകൾ വിശദമായി. ആലപ്പാട് കുണ്ടോളിക്കടവ് പള്ളിപ്പുറം റോഡിൽ പുത്തൻതോടിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോക്കാർ പാടത്തേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി മാമ്പ്രാട്ട് ഗോവിന്ദൻ മകൻ സുരേഷാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. വീടുകളിൽ സ്ഥാപിക്കുന്ന മോട്ടോറുകളുടെ ഇരുമ്പ് കവർ വാഹനത്തിലാക്കി കടകളിലെത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഇയാൾ മോട്ടോർ കവറുകൾ വണ്ടിയിൽ നിറച്ച് വരുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. കാർ പൊളിച്ച യുവാവിനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാഴൂർ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കനാറ ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ ഹൈടെക് ഫാമിംഗ് കർഷകർക്ക് പരിശീലനം നൽകി. ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹൈടെക് ഫാമിംഗ് പരിശീലന ക്ലാസ് ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ പച്ചക്കറിയുടെ ഉപഭോഗം ഏത് രീതിയിൽ നമ്മൾ അത് വിളവെടുക്കണം, എങ്ങനെ അത് സംഭരിക്കണം, എങ്ങനെ അതിലേക്ക് നമ്മൾ കാൽവയ്ക്കണം എന്നതിനെ വളരെ സ്പഷ്ടമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു സാഹചര്യം നമ്മൾ നിലനിർത്തി. ഈ സാഹചര്യം നമ്മൾ വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിയമസഭയുടെ 125ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ ഇന്നും നിലനിൽക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് അധ്യക്ഷനായി. സുജാത അരവിന്ദാക്ഷൻ, KR പ്രജിത്ത്, PK ഇബ്രാഹിം, കൃഷി ഓഫീസർ ഷീന തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുൽ ഹക്കീം ഹൈടെക് ഫാമിംഗിനെ കുറിച്ച് ക്ലാസ് എടുത്തു. രാജൻ വാലത്ത് ഹൈടെക് പച്ചക്കറിയെ കുറിച്ചും ക്ലാസ് എടുത്തു. അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവവും ശരണകീർത്തി പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ അന്തിക്കാട് KGM LP സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ E രമേശൻ, അന്തിക്കാട് പത്മനാഭൻ, PV ആനന്ദൻ, മോഹനൻ ആലപ്പുഴ എന്നിവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവവും ശരണകീർത്തി പുരസ്കാര സമർപ്പണവും ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. 2ാമത്തെ വർഷമാണ് ഈ പരിപാടി ഐക്യപ്രദേശ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തരായ ശാസ്താംപാട്ടിലെ കലാകാരന്മാരെയും നല്ല ടീമുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കലാവിരുന്നാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൽ കേരളത്തിലെ പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി അന്തിക്കാട് KGM LP സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി. സമയം രാവിലെ 6 മണി മുതൽ. ഈ പരിപാടിയുടെ ആദ്യത്തെ പരിപാടി 6 മണിക്ക് കാറ്റുപുറത്ത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള പൂജ, അത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ. ശാസ്താംപാട്ട് മഹോത്സവത്തിൽ 13 ടീമുകൾ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് ഭാസ്കരൻ നായർ നിർവഹിക്കും.
മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന വെങ്കല പ്രതിമ ഘോഷയാത്രയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകുന്നതിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. മുൻ മന്ത്രി കെ പി വിശ്വനാഥൻ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അതൊന്ന് തൃശ്ശൂർ പട്ടണം, തൃശ്ശൂർ നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തേക്ക് കടന്നിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ വെച്ച് അതിനുശേഷം ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം വിശ്രമമൊക്കെ കഴിഞ്ഞ് അത് ഏകദേശം ഒരു 2 മണിക്ക് അവിടുന്ന് പ്രയാണം ആരംഭിച്ചാൽ ഒരു 30-35 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഇത് യാത്ര ചെയ്യാൻ പറ്റും. 12 അടി ഉയരമുള്ള ഒരു വെങ്കല പ്രതിമ. അപ്പൊ അത് വളരെ സാവകാശമാണ് നീങ്ങുന്നത്. തടസ്സങ്ങളൊക്കെ അത് നീക്കി വേണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു 1.5 മണിക്കൂർ ഇവിടെ കിട്ടും തീർച്ചയായിട്ടും. സാധാരണ ഇതിൽ തന്നെ വരണമെങ്കിൽ 3/4 മണിക്കൂർ കിട്ടും. ഞാൻ 3/4 മണിക്കൂറിലും അപ്പൊ അതിവിടെ വരുമ്പോ ഒരു വലിയ സുനിൽ അന്തിക്കാട് അധ്യക്ഷനായി. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, ദിവാകരൻ കാരണത്ത്, PM ശരത് കുമാർ, MP സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. Perfect match makes you the perfect beauty. Beauty Silks ഇനി മുതൽ തൃപ്രയാറിലും. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്, എബി ലോഞ്ച്, എബി കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. അഴകിനും മംഗലാവണ്യത്തിനും GS ബ്യൂട്ടി പ്ലസ്. ഈന്തപ്പഴസത്ത്, കുങ്കുമപ്പൂ, താൻ എന്നീ ചേരുവകളാൽ സമൃദ്ധം. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. GS ബ്യൂട്ടി പ്ലസ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ അത്യുത്തമം. GS എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആരോഗ്യ ദൃഢതയ്ക്കും ബലമുള്ള ശരീരത്തിനും GS ഹെൽത്ത് ടോൺ. ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവയാൽ സമൃദ്ധം. GS ഹെൽത്ത് ടോൺ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്, വെജിറ്റബിൾ എക്സ്ട്രാക്റ്റിനാൽ സമൃദ്ധം. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ക്രീം. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ഓയിൽ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാത്ത GS നാച്ചുറൽ ബ്യൂട്ടി സോപ്പ്. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ, ഗ്ലിസറിൻ എന്നിവ ചേർത്ത സൗന്ദര്യ സോപ്പുകൾ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. എവിടെ കാണോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്താ, എന്തു പറ്റി? അത് കണ്ടില്ല എന്റെ മാഷെ.
ഉണ്ണിക്കുട്ടൻ പുര നിറഞ്ഞു. ഇനി എന്താ ചെയ്യുക? അതിനല്ലേ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇന്റിമേറ്റ് ഫ്രണ്ടോ? ചാക്കോ, ബ്രിങ് ദാറ്റ് പാക്കറ്റ്. intimatematrimony.com. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതില്ല. അപ്പോ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ അതെല്ലാം അവർ ചെയ്തോളും. അതാണ് ഇന്റിമേറ്റിനെ ഇന്റിമേറ്റ് ആക്കുന്നത്. ഹലോ, intimatematrimony.com. പെണ്ണ് കാണൽ മുതൽ വിവാഹം വരെ ഇന്റിമേറ്റ് ഉണ്ടാകും കൂടെ. ഇന്റിമേറ്റ് മാട്രിമോണി ഉള്ളപ്പോ വെറുതെ പുരതറഞ്ഞു നിൽക്കണോ? intimatematrimony.com. ഇനി വിവാഹം ഇന്റിമേറ്റിലൂടെ. ജനതാ വസ്ത്രാലയം ആൻഡ് വെഡിംഗ് ഗാലറി, വടാനപ്പള്ളി. ജനതാ സിൽക്സ്, കാഞ്ഞാണി. വാർത്തകൾ തുടരുന്നു. ചാഴൂർ പഞ്ചായത്ത് 2013-2014 വർഷത്തിൽ ബയോഗ്യാസ് പ്ലാന്റിന് അപേക്ഷ നൽകിയ ഉപഭോക്താക്കൾക്ക് പ്ലാന്റ് വിതരണം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം നാട്ടിക MLA ഗീതാ ഗോപി നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ്, KR പ്രജിത്ത്, PK ഇബ്രാഹിം, ഗോപി കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നീര ഉൽപാദന പദ്ധതിയുടെയും വിവിധ നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദന സംബന്ധിച്ച ജില്ലാതല ബോധവൽക്കരണ സെമിനാർ ആഗസ്റ്റ് 19 തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ നടക്കുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ബാബു അബൂബക്കർ, AV ഷേർലി എന്നിവർ തൃപ്പയാർ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർഷകരുടെ വ്യവസായ ഉന്നമനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച നീര പദ്ധതിയുടെ സംബന്ധിച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജില്ലാതല സെമിനാർ 19-ാം തീയതി 2 മണിക്ക് തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടത്തുക. ബഹുമാന്യനായ കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ അവരാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. നാട്ടിക MLA ശ്രീമതി ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. PC ചാക്കോ MP മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന സെമിനാറിൽ ഈ തീരദേശ മേഖലയിലെ MLA-മാർ ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ PA മാധവൻ, ശ്രീ TM പ്രതാപൻ, ശ്രീ GS അനിൽകുമാർ തുടങ്ങിയ MLA-മാർ പങ്കെടുത്തു. മതിലകം, ചാവക്കാട്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, നമ്മുടെ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാറിലെ ബഹുമാനായ ശ്രീ ജോസ് വർഗീസ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ തൃശൂരിന്റെ മോഡറേറ്ററായിട്ടുള്ള സെമിനാറിൽ നാളികേര വികസന ബോർഡിലെ ശാസ്ത്രജ്ഞര് ഈ സെമിനാർ അവതരിപ്പിക്കും. നമ്മളെ നീരയുമായി ബന്ധപ്പെട്ട് പിന്നെ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ചില ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള വസ്തുതയാണ്. ഇത് പരിപൂർണമായ തോതിൽ നടപ്പാക്കുന്നതോടുകൂടി കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം റബ്ബർ കർഷകർക്ക് കിട്ടുന്ന അത്രയും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു അവകാശവാദം. ഇതുമായി ബന്ധപ്പെട്ട ഇതിനൊരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും കൃഷി വകുപ്പിന്റെയും കേരഫെഡിന്റെയും ആഭിമുഖ്യത്തിലാണ് കർഷക സംഗമവും കർഷക സെമിനാറും നടക്കുന്നത്. കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ PC ചാക്കോ MP മുഖ്യ അതിഥിയാകും. ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ പാചക തൊഴിലാളികൾ എത്തുന്നത് പാമ്പിനെ പേടിച്ച്.
കമ്മ്യൂണിറ്റി ഹാളിന്റെ ഭക്ഷണ പാചകപ്പുരയുടെ പിൻഭാഗം പൂർണ്ണമായും കാടുപിടിച്ചതുമൂലം ഇഴജന്തുക്കൾ ഇവിടം താവളമാക്കിയിരിക്കുകയാണ്. പരിസരത്തെ കിണറും കാട് കയറി മൂടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണപ്പുരയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് മാസങ്ങളായി. ഭക്ഷണശകലങ്ങൾ നിറഞ്ഞ പൊളിഞ്ഞ ഭാഗത്താണ് ഇഴജന്തുക്കൾ താവളമാക്കിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ തെരുവു നായ്ക്കളും പരിസരത്ത് തമ്പടിക്കുന്നു. ഇതുമൂലം പാചകത്തിനായി തലേ ദിവസം ഹാളിലെത്തുന്ന പാചകക്കാർ പാമ്പിനെ പേടിച്ചാണ് കഴിയുന്നത്. ചാഴൂർ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നാണ് പാചക തൊഴിലാളികളുടെ ആവശ്യം. റോഡിനരികിലെ പുല്ലുകൾ മാത്രം ചെത്തിമാറ്റുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഇക്കാര്യത്തിലെങ്കിലും ലഭ്യമാക്കണമെന്ന് പാചക തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നാട്ടിക കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർഷക ദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നാട്ടിക പഞ്ചായത്ത് പരിസരത്ത് വെച്ച് കുരുത്തോല കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കൽ, തേങ്ങ പൊതിക്കൽ, തേങ്ങ ചിരകൽ, ചൂലുഴിയൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളുടെ ഉദ്ഘാടനം കെ ദിലീപ് കുമാർ നിർവഹിച്ചു. പൊന്നിൻചിങ്ങ മാസത്തിന്റെ പൊൻപുലരി പിറക്കുന്ന ദിവസം കർഷക ദിനമായി കേരളത്തിലെ കർഷക സമൂഹവും സംസ്ഥാന ഗവൺമെന്റും കൃഷിവകുപ്പും ആചരിക്കുന്നു. ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് കാർഷിക സംസ്കൃതിയുടെ ഗൃഹാതുരത്വം മനസ്സുകളിൽ ഉണർത്തിക്കൊണ്ട് ഇന്ന് 5 ഇനങ്ങളിൽ നല്ല മത്സരങ്ങൾ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കൃഷിഭവന്റെയും നേതൃത്വം നടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് വൃശ്ചികക്കാറ്റ് വീശുമ്പോൾ പച്ചോല വെട്ടുകയും അത് ഉണക്കി തടുക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു കാർഷിക സംസ്കാരം ആയിരുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് കൃഷി രീതികളും കൃഷിയുമായി അനുബന്ധമായ എല്ലാ മേഖലകളിലുമുള്ള മാറ്റുക എന്നുള്ളതാണ് ഈ മത്സരങ്ങളുടെ ഉദ്ദേശം. ഇവിടെ വളരെ വാശിയോടുകൂടി CM നൌഷാദ് അധ്യക്ഷനായി. അംഗങ്ങളായ VR വിജയൻ, വിമൽ കുമാർ, MV ലിജി, ശ്രീദേവി ഷൺമുഖൻ, കൃഷി ഓഫീസർ ട്രീസ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൺകുട്ടികളുടെ മൂത്രപ്പുര ജീർണാവസ്ഥയിൽ. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ് മൂത്രപ്പുര. മൂത്രപ്പുരയുടെ പൈപ്പിലൂടെ വെള്ളം വരാത്തത് പരിസരത്ത് അസഹ്യമായ മാറ്റമാണ് അനുഭവപ്പെടുന്നത്. വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രയോജനം ഉണ്ടായില്ല. വാതിലില്ലാത്ത മൂത്രപ്പുരയിൽ സാമൂഹിക വിരുദ്ധർ മദ്യപാനത്തിനായി രാത്രി സമയങ്ങൾ ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്. ഒരു ഇടവേള കൂടി. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലെ സ്വർഗീയ നിമിഷങ്ങൾ. ഈ സ്വർഗീയ നിമിഷങ്ങൾക്ക് ചാരുതയേകാൻ JK മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളിലായി ഞങ്ങളുടെ ചാവക്കാട് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രാനൈറ്റ്, വിട്രിഫൈഡ് ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ് തുടങ്ങിയവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ. RAK സെറാമിക്സ്, ജോൺസൺ മാർബണൈറ്റ്, കച്ചാരിയ തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റംസുകൾ മറ്റൊരിടത്തും ലഭിക്കാത്ത വിലക്കുറവിൽ. JK മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ചാവക്കാട്, തൃപ്രയാർ, കാട്ടൂർ. മായ സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ് പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകൾ മണപ്പുറത്തിനാദ്യമായി പരിചയപ്പെടുത്തിയ സ്ഥാപനം. പ്രൊഫഷണൽ പഠനത്തിന്റെ ആധികാരിക കേന്ദ്രം. കാലിക്കറ്റ്, MG, കേരള, സിക്കിം, മണിപ്പാൽ, ഭാരതീയർ യൂണിവേഴ്സിറ്റികളുടെ അംഗീകൃത കേന്ദ്രം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, CA വിത്ത് പ്രാക്ടിക്കൽ ഉൾപ്പെടെ 6 വ്യത്യസ്ത BCom കോഴ്സുകൾ. മായ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ, മായ കമ്പ്യൂട്ടർ അക്കാദമി, PSC ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. മായ സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്, BFT ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി. മായ വലപ്പാട് പ്രൊഫഷണൽ ക്യാമ്പസ്, ക്യാമ്പസ് ഇന്റർവ്യൂ, പ്ലേസ്മെന്റ് സെൽ. മായ വലപ്പാട് സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്.
ഷൂ ഗാലറി ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ മോഹിപ്പിക്കുന്ന അനേകായിരം ട്രെൻഡി കളക്ഷനുമായി തൃപ്രയാർ ഒരു അതിവിശാലമായ ഷോറൂം. ഷൂ ഗാലറി മെൻസ്, ലേഡീസ്, കിഡ്സ്, ഇൻഫാൻസ് ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ അനേകായിരം കളക്ഷൻസ്. ഷൂ ഗാലറി തൃപ്രയാർ. പാദരക്ഷകളുടെ സൗന്ദര്യവും സംരക്ഷണവും ഇനി ഷൂ ഗാലറിയിലൂടെ. ഷൂ ഗാലറി സഞ്ചരിക്കൂ ഇനി ആത്മവിശ്വാസത്തോടെ. ഷൂ ഗാലറി, സിറ്റി ടവർ ബിൽഡിംഗ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഷൂ ഗാലറി. സ്ത്രീ ഹൃദയങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ വൈറ്റ് ലീഫ് ഫാഷന്റെ പുതിയ സ്പന്ദനങ്ങളുമായി നിങ്ങൾക്ക് മുൻപേ. ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ട് ഫാഷന്റെ വർണ്ണങ്ങൾ നെയ്ത് തീർത്ത വൈറ്റ് ലീഫിൽ ഇതാ ആരും കൊതിക്കുന്ന, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത അത്യപൂർവമായ കളക്ഷൻസ്. അഴകിന്റെ വർണ്ണപ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നു. കുട്ടികൾക്കായി വസ്ത്രങ്ങളുടെ പുതുലോകം തീർത്തുകൊണ്ട്. കൂടാതെ വൈറ്റ് ലീഫ് വർക്ക്ഷോപ്പ് ലേഡീസ് ആൻഡ് ജെന്റ്സ്. വരൂ, ഇവിടെ ഫാഷൻ വസ്ത്രങ്ങൾ മിഴി തുറക്കുന്നു. വൈറ്റ് ലീഫ് എക്സ്ക്ലൂസീവ് ലേഡീസ് ആൻഡ് കിഡ്സ് ഫാഷൻ സ്റ്റുഡിയോ, സെഞ്ചുറി പ്ലാസ ബിൽഡിംഗ്, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. സോളാർ തട്ടിപ്പ് വീരൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഏരിയ സെക്രട്ടറി ഗീതാ ഭരതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലതാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ശോഭന പ്രഭു, കെ ദ്രൗപദി എന്നിവർ സംസാരിച്ചു. ഷീജ രാജീവ് യോഗത്തിന് നന്ദി പറഞ്ഞു. ബിടെക് വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ പന്തൽ പണിക്ക് പ്രശസ്തരാകുന്നു. അന്തിക്കാട് കല്ലിടവഴി സ്വദേശികളായ കൊച്ചത്ത് ബാബുവിന്റെ മക്കളായ അതുൽ, അമൽ എന്നിവരാണ് തൊഴിലിന് വേർതിരിവില്ലെന്ന തത്വം തിരിച്ചറിഞ്ഞ് നാടിന് മാതൃകയാകുന്നത്. KVS പന്തൽ വർക്സിന്റെ ഉടമകളും തൊഴിലാളികളുമാണ് ഈ അച്ഛനും മക്കളും. 8ാം ക്ലാസ് മുതൽ തൊഴിലിൽ വ്യാപൃതരായ ഇവർ പഠിപ്പിലും തൊഴിലിലും മികച്ച പ്രാവീണ്യമാണ് തെളിയിച്ചത്. 1000 രൂപ ദിവസക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും തൊഴിൽ മേഖലയിൽ ആളെ കിട്ടാൻ ക്ഷാമം അനുഭവിച്ചതോടെയാണ് പിതാവ് മക്കളെയും തൊഴിലിൽ സഹായികളാക്കിയത്. ഈ സാഹചര്യത്തിൽ കൂലിവേലയ്ക്കും അതിന്റെ അന്തസ്സുണ്ടെന്ന് തെളിയിച്ച് സമൂഹത്തിന് മാതൃകയാവുകയാണ് ഈ ബിരുദധാരികൾ. മഴയും മഴക്കെടുതികളും സമ്മാനിച്ച് കളവക്കർക്കിടകം പടിയിറങ്ങുന്നു. രാമനാമങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം ശനിയാഴ്ച മുതൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൊന്നിൻ ചിങ്ങമാസത്തിലേക്ക് കടക്കുന്നു. ഓണപ്പാട്ടുകൾ കേട്ടാണ് ഇനി നാടുണരുക. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ച 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വെള്ളിയാഴ്ചയോടെ സമാപിച്ചു. മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ പാരായണങ്ങൾ നടന്നിരുന്നു. വെള്ളിയാഴ്ചയോടെ രാമായണ പാരായണങ്ങളും സമാപിച്ചു. ശരീരം പ്രകൃതിയോട് ചേരുന്ന കർക്കിടക മാസത്തിൽ നിരവധി സംഘടനകളുടെയും ആയുർവേദ ആശുപത്രികളുടെയും നേതൃത്വത്തിൽ കർക്കിടക ചികിത്സകളും ഔഷധ സേവാ കിറ്റ് വിതരണവും നടന്നിരുന്നു. മഴ കുറഞ്ഞ് വെയിൽ ഉദിച്ചതോടെ ശനിയാഴ്ച പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ കർഷക ദിനാചരണങ്ങളും മറ്റുമൊരുക്കി കൃഷിവകുപ്പും കൃഷിഭവനുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ചരമവാർത്തകൾ. പാമ്പ് കടിയേറ്റ് മധ്യവയസ്ക മരിച്ചു. പുറത്തൂർ തോട്ടുപുര വേലായുധൻ ഭാര്യ കാർത്യായനിയാണ് മരിച്ചത്. വീടിന്റെ പരിസരത്തു നിന്ന് പുല്ലരിയുമ്പോൾ പാമ്പിന്റെ കടി ഏൽക്കുകയായിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മരണപ്പെട്ടത്. +2 വിദ്യാർത്ഥി വിനിൽ ഏക മകനാണ്. മധ്യവയസ്കൻ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചു. പുള്ളു സ്വദേശി കൊക്കർണിക്കൽ കുട്ടൻ മകൻ വേലായുധനാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 48 വയസ്സായിരുന്നു. കൃഷിപ്പണിക്കാരനാണ്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ സൗമിനി, മക്കൾ നിമ, ഹിമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.